ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ 2030 സെപ്റ്റംബർ 20 പുനരൈക്യ ശതാബ്ദി ആഘോഷിക്കുവാൻ ഒരുങ്ങുന്ന പശ്ചാത്തലത്തിൽ 2025 സെപ്റ്റംബർ 20 മുതൽ 2026 സെപ്റ്റംബർ 19 വരെ ആരാധനക്രമ വർഷം ദ ഇയർ ഓഫ് ലിറ്റർജി ആയി ആചരിക്കുകയാണ്. ആരാധനക്രമം സഭയുടെ സ്വത്വത്തെ വെളിപ്പെടുത്തുന്ന അടിസ്ഥാന യാഥാർത്ഥ്യമാണ്. ആരാധനക്രമത്തിൽ അധിഷ്ഠിതമായ ആധ്യാത്മികത മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആത്മീയതയുടെ കേന്ദ്രവുമാണ്. ആരാധനക്രമ ആധ്യാത്മികതയിലൂടെ യേശുവിനെ കൂടുതൽ അനുഭവിക്കുവാനും യേശുവുമായി ആഴപ്പെട്ട വ്യക്തിബന്ധത്തിൽ വളരുവാനും സാധിക്കും. ഈ പശ്ചാത്തലത്തിൽ ആരാധനക്രമ ആധ്യാത്മികതയിലെ കൂദാശകൾ, യാമപ്രാർത്ഥനകൾ, നോമ്പിലെ വർജന ഉപവാസം, നമ്മുടെ കർത്താവിൻ്റെ പെരുന്നാളുകൾ എന്നിവയെക്കുറിച്ച് വിശ്വാസികൾക്ക് വ്യക്തമായ അറിവും ബോധ്യവും ആരാധനയിലുള്ള അനുഭവം നൽകുവാൻ ആരാധനക്രമ വർഷം ലക്ഷ്യം വയ്ക്കുന്നു. 95ാം പുനരൈക്യ വാർഷിക വേദിയിൽ വെച്ച് ആരാധനക്രമ വർഷം മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മൊറോൻമോ ബസേലിയോസ് കർദിനാൾ ക്ലെമീസ് കാതോലിക്ക ബാബ ഉദ്ഘാടനം ചെയ്യുന്നു. പ്രതീകാത്മകമായി 7 തിരികൾ തെളിയിച്ചുകൊണ്ടാണ് ആരാധനക്രമ വർഷത്തിന് നാം തുടക്കം കുറിക്കുന്നത്. വെളിപാട് പുസ്തകം അവൾ പറഞ്ഞു, പ്രഭു അങ്ങ് ഒരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി. എന്നാൽ യഥാർത്ഥമായ ആരാധനാ സ്ഥലം ജെറുസലേമിലാണ് എന്ന് നിങ്ങൾ പറയുന്നു. യേശു പറഞ്ഞു, സ്ത്രീയെ എന്നിൽ വിശ്വസിക്കുക. ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. എന്തെന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാണ്. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അല്ല, അതിപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെയാണ് പിതാവ് അന്വേഷിക്കുന്നതും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ഇപ്പോൾ ആരാധനക്രമ വർഷത്തിൻ്റെ തീം സോങ് ആരാധ്യനാം ദൈവമേ എന്ന ഗാനം ആരംഭിക്കുമ്പോഴാണ് മധ്യഭാഗത്തു നിന്ന് പ്രദക്ഷിണം വേദിയിലേക്ക് നടക്കുന്നത്. ഈ തീം സോങ് ആരാധ്യനാം ദൈവമേ എന്ന ഗാനത്തിൻ്റെ രചന മൂവാറ്റുപുഴ ഭദ്രാസനാധിപൻ അഭിമന്യ യൂഹാനോ മാർ തെയോഡോഷ്യസ് തിരുമേനിയും, സംഗീതം ഫാദർ സജി അറയ്ക്കലും, ആലാപനം അതുൽ സെബാസ്റ്റ്യനും, മിക്സിംഗ് ആൻഡ് മാസ്റ്ററിംഗ് നിനോയ് വർഗീസും നിർവഹിച്ചിരിക്കുന്നു. നമുക്ക് ഈ അനുഗ്രഹീതമായ കർമ്മത്തിലേക്ക് പ്രവേശിക്കാം. ഇപ്പോൾ ഗാനം ആലപിക്കുന്നു. പ്രദക്ഷിണവും വേദിയിലേക്ക് കടന്നു വരുന്നു. എല്ലാവരും ദയവായി എഴുന്നേറ്റ് നിൽക്കുക. സൗഭാഗ്യമേ ആരാധ്യനാം ദൈവമേ, ആത്മീയ സൗഭാഗ്യമേ, വഴിയും സത്യവും ജീവനുമാകുമെൻ സർവേശ്വര അങ്ങേക്കാരാധന. വഴിയും സത്യവും ജീവനുമാകുമെൻ സർവേശ്വര അങ്ങേക്കാരാധന. ആത്മാവിലും സത്യത്തിലും ആരാധന, സ്വർഗത്തിലും ഭൂമിയിലും ആരാധന. ആരാധനാ വർഷം ഇത്, ആരാധനാ വർഷം.
നാഥൻ വസിക്കും കൂടാരങ്ങൾ. പ്രാർത്ഥന, നോമ്പുകൾ, തിരുനാളുകൾ, പരിമള ധൂപമാം തിരുനാളങ്ങൾ. തേജോമയമാം സ്വർഗോന്മുഖമാം സഭയിൽ സൗഭാഗ്യ സ്രോതസ്സുകൾ. തേജോമയമാം സ്വർഗോന്മുഖമാം സഭയിൽ സൗഭാഗ്യ സ്രോതസ്സുകൾ. ആത്മാവിലും സത്യത്തിലും ആരാധന, സ്വർഗത്തിലും ഭൂമിയിലും ആരാധന. ആരാധനാ വർഷം ഇത്, ആരാധനാ വർഷം. ആരാധനാ വർഷം ഇത്, ആരാധനാ വർഷം. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ അൽമായ കമ്മീഷൻ സെക്രട്ടറി ശ്രീ വർഗീസ് കെ ചെറിയാൻ ഇപ്പോൾ ദീപം തെളിയിക്കുന്നു. എല്ലാവർക്കും ചേർന്ന് ഈ പ്രകാശത്തിൻ്റെ അർത്ഥം നമുക്ക് രണ്ടുവരി പ്രാർത്ഥനയായി നമുക്ക് സമർപ്പിക്കാം. വെള്ളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു. വെളിവിയടിയാരഖിലാധാരമതാം വെളിവും നീ കാന്ത്യ ഞങ്ങളെ നീ താതൻ കതിരെ ശോഭിപ്പിക്കെന്നും. ഇപ്പോൾ ആരാധനക്രമ വർഷത്തിൻ്റെ ലോഗോ നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മൊറോൻ ബസേലിയോസ് ക്ലെമീസ് കാതോലിക്ക ബാവ അനാച്ഛാദനം ചെയ്യുന്നു. ആരാധനക്രമ വർഷത്തിൽ നമ്മുടെ ഭവനങ്ങളിലും ഇടവുകളിലുമെല്ലാം ചൊല്ലുവാനായിട്ടുള്ള പ്രാർത്ഥന ഇപ്പോൾ മാർത്താണ്ഡം ഭദ്രാസനത്തിൻ്റെ അഭിവന്യ വിൻസെന്റ് മാർ പൗലോസ് തിരുമേനി ചൊല്ലുന്നു. പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുസഭയിലൂടെ ആത്മാവിലും സത്യത്തിലും അങ്ങയെ പ്രസാദിപ്പിക്കുന്ന ആരാധനയിലേക്ക് വിളിച്ചതിന് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അവിടുത്തെ പുത്രനിലൂടെ ജീവദായകമായ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് നയിക്കുന്നതിന് നന്ദി പറയുന്നു. നിത്യപുരോഹിതനും ഏകരക്ഷകനുമായ ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി ദൈവപിതാവിനെ നിരന്തരം ആരാധിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സഭാ സമൂഹമായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനായ ദൈവമേ,
ദിവ്യ സ്നേഹത്താൽ ജ്വലിക്കുന്നവരായി തീരുവാൻ അനുദിനം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. അവിടുത്തെ മഹത്വപ്പെടുത്തുന്ന സ്വർഗീയ ആരാധനയിലേക്ക് എല്ലാ സൃഷ്ടികളെയും നയിക്കണമേ. ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മോറാൻ മോർ ബെസേലിയോസ് കർദിനാൾ ക്ലെമീസ് കാതോലിക്ക ബാവായെയും എല്ലാ മേൽപ്പെട്ടക്കാരെയും പുരോഹിതന്മാരെയും സന്യസ്തരെയും എല്ലാ ആത്മാരെയും സത്യാരാധനയുടെ നിറവിലേക്ക് നയിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, എന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ഇപ്പോൾ നിനക്കുള്ളതാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. എൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവേ ശമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും. നമ്മുടെ സഭയിൽ നമ്മുടെ ശതാബ്ദിയിലേക്കുള്ള ആത്മീയ ഒരുക്കത്തിൻ്റെ രണ്ടാം ഘട്ടമായ ആരാധന ക്രമവർഷ ആചരണം ഇതോട് ചേർത്ത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.